ഇപ്പോൾ ഒരു 10 രൂപയുടെ ഒരേ കിടക്കുന്ന നാണയം എടുത്ത് അതിന് ഒന്നിന് മേലെ ഒന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവുമല്ലോ. ലൈക്ക് ക്ലോൺ പോലെയല്ലേ ഇത്. നമ്മൾ ക്ലോൺ എന്താ എക്സാക്ട്ലി സെയിം സൈസ് ഷേപ്പ് എല്ലാം സെയിം, അതിന് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. സോ ആ വരുന്ന ക്ലോൺ അതിനകത്ത് തന്നെ വരുന്ന വേണം കോൺഗ്രുവൻറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസിയെ പറ്റിയാണ് പറയുന്നത്. എന്താണ് കോൺഗ്രുവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ട്രയാങ്കിളുകൾ നമ്മുടെ ഇതിലുണ്ട്. അപ്പം ആ 2 ട്രയാങ്കിളുകളുടെ രണ്ടും you can place one on the other and they match exactly. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും this 2 triangles അല്ലെങ്കിൽ this triangles are congruent. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ മണ്ടേ മറ്റേ എടുത്ത് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ആവും. സോ അങ്ങനത്തെ ട്രയാങ്കിളാണ് നമ്മൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ congruency just mean 2 shapes are identical twins, same size same shape. അതാണ് കോൺഗ്രുവൻസിയുടെ അർത്ഥം. ഇനി നമുക്ക് പറയുന്ന ട്രയാങ്കിൾസ് ആയിട്ട് കോൺഗ്രുവന്റ് ആണോ അല്ലെന്ന് അറിയാൻ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് എന്താ, പോവുക സ്കെയിൽ എടുക്കുക, ആംഗിൾസ് എല്ലാം പോവുക സ്കെയിൽ എടുക്കുക, എല്ലാ സൈഡും മെഷർ ചെയ്യുക, ആംഗിൾസും പോയി മെഷർ ചെയ്തിട്ട് വരിക, രണ്ടും സെയിം ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ we can say that it's our congruent. ബട്ട് അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ റൂൾസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഏതൊക്കെ കുറച്ച് ഡേറ്റകൾ നമുക്ക് അറിയാമെങ്കിൽ, ഇപ്പം എനിക്ക് പറയാവുന്നത് ആ ട്രയാങ്കിളിനകത്തുള്ള എല്ലാ സൈഡുകളും എനിക്കറിയാം. 2 ട്രയാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ എല്ലാ സൈഡ് വരും, മറ്റേ ട്രയാങ്കിൾ എല്ലാ സൈഡ് വരും. സോ അപ്പോൾ നമുക്ക് കോൺഗ്രുവൻസി പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതിനെ വിളിക്കുന്ന ക്രൈറ്റീരിയകൾ. ഇവർ നമുക്ക് പറഞ്ഞു തരും ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണോ അല്ലയോ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വേണം, യു ഹാവ് ടു മെഷർ ഓൾ ദ 3 sides and the 3 angles. അല്ലെങ്കിൽ നമ്മൾ ഓൾ 3 sides 3 angles നമ്മൾ യു ഹാവ് ടു മെഷർ all the 3 sides and 3 angles നമുക്ക് മെഷർ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെഷർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പർട്ടിക്കുലർ അവൈലബിൾ ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ക്രൈറ്റീരിയൻസ് ഉണ്ട്, കുറച്ച് ടെസ്റ്റുകളുണ്ട്, കുറച്ച് റൂൾസുകളുണ്ട്. അത് വെച്ച് നമുക്ക് കോൺഗ്രുവൻസി പറയാനായിട്ട് പറ്റും. സോ കോൺഗ്രുവൻസി പറയാനുള്ള ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, അങ്ങനെ നമുക്ക് 5 എണ്ണം പഠിക്കാനുള്ളത്. ഒന്ന് SSS, ഒന്ന് SAS, ഒന്ന് ASA. ഈ ASA തന്നെയാണ് കേട്ടോ, AAS ഏകദേശം ഒരു സിമിലർ കമ്പാരിസൺ ചെയ്ത് പഠിക്കാം. ദെൻ RHS റൂളും. ഓക്കെ, ഇതിൽ SAS നമ്മൾ ആ ഫിഗർ നോക്കൂ. 3 സൈഡ്സും ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും മറ്റേ ട്രയാങ്കിളുമായിട്ട് ഈക്വൽ ആണെങ്കിൽ, അക്കോർഡിംഗ് ടു ഫിഗർ നമുക്ക് മനസ്സിലാവും. ഞാൻ എഴുതിയിട്ടുണ്ട് SSS. സോ അതിനകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ 3 സൈഡും മറ്റേ ട്രയാങ്കിളിന്റെ 3 സൈഡുമായിട്ട് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അക്കോർഡിംഗ് ടു SSS ക്രൈറ്റീരിയ ഈ ട്രയാങ്കിൾസ് രണ്ടും കോൺഗ്രുവന്റ് ആണ്. രണ്ടാമത്തെ SAS ക്രൈറ്റീരിയ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിൾ 2 ട്രയാങ്കിൾസ് രണ്ടെണ്ണം വരും, ഈ സൈഡും ഈക്വൽ ആണ്. സിമിലർലി ഈ സൈഡും ഈക്വൽ ആണ്. എന്നിട്ട് ഈ ഈക്വൽ ആയിട്ടുള്ള ഇതിന്റെ ഈ പറയുന്ന ഈക്വൽ ആണെങ്കിൽ, ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ എന്നുണ്ടെങ്കിൽ we can say like these 2 triangles are congruent according to SAS ക്രൈറ്റീരിയ. ഇനി ASA ക്രൈറ്റീരിയയും AAS ക്രൈറ്റീരിയയും നമ്മുടെ ബന്ധം എന്താ? ASA ക്രൈറ്റീരിയ നോക്കുക, എനി 2 ആംഗിൾസ് ഏതെങ്കിലും ASA ക്രൈറ്റീരിയ നോക്കുക, 2 ആംഗിളുകൾ തുല്യമാണ്, ആ ആംഗിളുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡാണ് തുല്യം. അപ്പം ASA എന്താ, ഇഫ് എനി 2 ആംഗിൾസ് ആൻഡ് ദ സൈഡ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദം. 2 ആംഗിളുകൾ പറയുന്നുണ്ട്, ആ 2 ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിൾ 2 ആംഗിൾ മറ്റേ ട്രയാങ്കിൾ 2 ആംഗിൾ ഈക്വൽ ആണ്. ആ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അക്കോർഡിംഗ് ടു ASA ക്രൈറ്റീരിയ ദിസ് ആർ കോൺഗ്രുവന്റ്. AS എന്താ, സിമിലർ ആയിട്ട് 2 ട്രയാങ്കിൾസ് ഉണ്ട്, അവരുടെ 2 ആംഗിൾസുകൾ തുല്യമായിട്ട് വന്നു, പക്ഷേ ആ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ സൈഡ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ ആംഗിൾസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് AAS ക്രൈറ്റീരിയ. RHS ക്രൈറ്റീരിയ ഓൺലി ഫോർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. RHS ക്രൈറ്റീരിയ ഒന്നുമില്ല, കാരണം രണ്ടുപേരുടെയും തുല്യം, പിന്നെ ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ അക്കോർഡിംഗ് ടു RHS ക്രൈറ്റീരിയ we can say that these 2 triangles are congruent. ഓക്കെ, എക്സാക്ട്ലി എന്താവും, മാച്ച് ചെയ്യും. പക്ഷേ ഒരു ട്രയാങ്കിൾ ഉണ്ട്, എന്താ നമ്മുടെ ഏകദേശം എൻലാർജർ എന്ന് പറയും. ഇപ്പം ഞാൻ പറയാം, ഒരു കുഞ്ഞ് ഒരു ട്രയാങ്കിൾ, നമ്മുടെ കുഞ്ഞു ട്രയാങ്കിൾ സെയിം ട്രയാങ്കിളിനെ എക്സാജറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ, സെയിം ഷേപ്പ്. അതായത് ഇപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ, അതിനകത്ത് തന്നെ ഈ ട്രയാങ്കിൾ നമ്മുടെ ബന്ധം എന്താ, സെയിം ഷേപ്പ് ആണ് ഇതിന്, പക്ഷേ സൈസ് സെയിം ആണോ? അല്ല. കാരണം എന്താ, ഇവിടെ ആംഗിളുകൾ രണ്ടിന്റെ ആംഗിളുകൾ തുല്യമായിരിക്കും. ഓക്കെ, ആംഗിളുകൾ ഇതിനകത്തുള്ള ആംഗിളുകൾ തുല്യമായിരിക്കും, പക്ഷേ സൈഡുകൾ, അതാണ് വിഷയം. സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കും, പക്ഷേ സൈഡുകൾ സെയിം ആയിരിക്കില്ല. സോ സൈഡ് റേഷ്യോ സെയിം ആയിരിക്കും, ആംഗിൾസ് സെയിം ആയിട്ട് ആംഗിൾസിനെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സിമിലർ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ക്രൈറ്റീരിയയാണ് AAA ക്രൈറ്റീരിയ. സോ നമുക്ക് പറയാം. സോ ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസിൽ അവസാനം നമ്മൾ പറയുന്നതാണ് കോൺഗ്രുവന്റ് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് കാണിച്ചിരിക്കുന്നത്. 2 ഈക്വൽ ടു ഇടുക, മുകളിൽ ഒരു ഇട്ട് കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന്. 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഇപ്പോൾ ട്രയാങ്കിൾ നോക്കുക, ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ EFG. ഇതിങ്ങനെ തന്നെ എഴുതണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് A എന്ന കോൺ നോക്കുക, A എന്ന വെർട്ടെക്സ് നോക്കുക. ആ A എന്ന വെർട്ടെക്സ് നോക്കുമ്പോൾ ആ A വെർട്ടെക്സ് മാച്ച് ആവുന്ന 2 വരാം. അപ്പം അത് അവിടെ മാച്ച് ആവുന്നത് E-മായിട്ടാണ്. സോ E-മായിട്ടാണ്. സോ ആദ്യത്തെ A E-മായിട്ടാണ് കണക്ഷൻ വരുന്നത്. പിന്നെ B നോക്ക്, B ആരുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. B എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വരാം. സോ ഇവിടെ ഇരിക്കുന്ന B എന്ന് പറഞ്ഞ ആംഗിൾ, B എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആരുമായിട്ടാണ് സെയിം വരുന്നത്, F-മായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ F-മായിട്ട്. ഇനി C ആരുമായിട്ട് വരുന്ന 3 വരെ നോക്കുക. സോ അവിടെ G-മായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മൾ എഴുതാം. അങ്ങനെ തന്നെ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം, എങ്കിലും നമുക്ക് കോൺഗ്രുവൻസി എഴുതാൻ പറ്റില്ല, തിരിച്ചു എഴുതാൻ പറ്റത്തില്ല. സോ അതും കോൺഗ്രുവൻസിയുടെ ഒരു റൂളാണ് എഴുതുന്ന കേസിൽ.